ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി 3 KTU S1 പരീക്ഷ എഴുതാനിരിക്കുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ KTU സ്റ്റുഡൻസിന് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് പ്ലാറ്റ്ഫോമാണ്. ജസ്റ്റ് ജോയിൻ ചെയ്യുക ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിന്. അപ്പോൾ ഇന്ന് മൊഡ്യൂൾ 3 ആണ്. നിങ്ങൾ മൊഡ്യൂൾ 1ന്റെയും 2ന്റെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോക്കിയിട്ടില്ലെങ്കിൽ ഈ രീതിയിൽ 2 മിനിറ്റ് വീഡിയോസ് ആണ്. ജസ്റ്റ് ഒന്ന് പോയി നോക്കുക, അതെല്ലാം പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. കാരണം ലാസ്റ്റ് ടൈം ഒരു റിവൈസ് ചെയ്യാനുള്ള സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു അഷ്യൂറൻസ് ആണ്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 3ന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 പാർട്സ് ആണ്. ഈ 3 പാർട്സിൽ നിന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ തീർച്ചയായിട്ടും റിവൈസ് ചെയ്യുക. അതിൽ ഒന്നാമത് സെലക്ഷൻ ആൻഡ് ഇറ്ററേഷൻ ആണ്. അതിൽ തന്നെ പ്രധാനമായിട്ട് നിങ്ങൾക്ക് പാർട്ട് ബിയിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇഫ്, എൽസ്, അതുപോലെ തന്നെ ഫോർ ലൂപ്പ്, റേഞ്ച്, വൈൽ ലൂപ്പ്. ഇത് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യണമെന്നും അതിന്റെ മെത്തേഡ്സും അറിഞ്ഞിരിക്കണം. എന്താണ്, എവിടെയാണ് ആപ്ലിക്കേഷൻ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ സീക്വൻസ് ആൻഡ് ഡേറ്റ ടൈപ്സ്, അതിൽ എന്തൊക്കെ വരുന്നുണ്ട്, ലിസ്റ്റ്, സെറ്റ്, ട്യൂപ്പിൾ, സ്ട്രിങ്, ഡിക്ഷണറി, അറേ, ഇതെല്ലാം NumPy മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. കാരണം ഇത് വളരെ കൂടുതൽ ഉപയോഗപ്രദമാകുന്നത് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുന്നത് കോഡ്സ് എഴുതുമ്പോഴാണ്. അത് നിങ്ങൾക്ക് അറിയാം. ഇനി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ച് തിയറി പാർട്സിന് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്സ് പറഞ്ഞുതരാം. അത് ഡീകമ്പോസിഷൻ ആൻഡ് മോഡലൈസേഷൻ ആണ്. അതിൽ പ്രോബ്ലം ഡീകമ്പോസിഷൻ പഠിക്കുക, മൊഡ്യൂലറൈസേഷൻ എന്താണെന്ന് പഠിക്കുക, അതുപോലെ ഫംഗ്ഷൻസ് അതിന്റെ ഡെഫിനിഷൻ പഠിക്കുക, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ റിട്ടേൺ വാല്യൂ വരുന്ന ഫംഗ്ഷൻസ് എങ്ങനെ വർക്ക് ചെയ്യും എന്നും പഠിക്കുക. അതിൽ അവസാനത്ത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഡീകമ്പോസിഷനും മോഡലൈസേഷനും പ്രോബ്ലംസ് അല്ലെങ്കിൽ അതിന്റെ മെത്തഡോളജി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ജസ്റ്റ് തിയറിയും പഠിച്ചിട്ട് ഒരു എക്സാമ്പിളും പഠിച്ചിട്ട് പോയാലും മതി, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ബിയിൽ 100% ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റീകർഷൻ. സോ അതിന്റെ ഡെഫിനിഷനും റീസണും കോൾഷാറ്റ് മെത്തേഡും അതുപോലെ തന്നെ ഒരു സാമ്പിൾ പ്രോബ്ലം പഠിച്ചിട്ട് പോകണം. നിങ്ങൾ വാരി വലിച്ച് എല്ലാം പഠിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ റീകർഷന്റെ ഒരു സാമ്പിൾ പ്രോബ്ലം പഠിച്ചു കഴിഞ്ഞാൽ ഏത് വന്നാലും നിങ്ങൾക്ക് ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അതാണ് മൊഡ്യൂൾ 3യുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏറ്റവും പുതിയ മോഡൽ ലെവൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രെഡിക്ഷൻ ലെവൽ ക്വസ്റ്റ്യൻസും നമ്മൾ റീൽസുകളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.